ഇതെന്റെ സന്തോഷത്തിന്, ഇതെന്റെ ബോർഡ് ഓർമ്മയ്ക്കായിട്ട് എപ്പോഴും വെക്കും മരിക്കോളാം. അയ്യോ അങ്ങനൊന്നും പറയല്ലേ. പിന്നെ കുറച്ച് പ്രായമാകുമ്പോഴത്തേക്ക് എന്റെ അമ്മ എല്ലാരും പറയും ഇങ്ങനെ അത് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും വേദനകളും കടന്നു പോകുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സമ്മാനം ഒരാൾ തരുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. മോന്റെ പേര് ജോർജ്. വീട്ടിൽ വിളിച്ചിരുന്ന സ്റ്റീറിയും പറയുന്നത് എന്നാന്നറിയാമോ, എന്റെ മോനെ കുറിച്ചുള്ള ആ ഓർമ്മ ഒരു വല്ലാത്ത വിങ്ങല, ഒറ്റപ്പെടല്, അത് വല്ലാത്തൊരു സങ്കടമാണ്. കാഞ്ഞങ്ങാട് വെച്ച് കുറച്ച് അമ്മമാർക്കൊക്കെ ഓണക്കോടി കൊടുക്കുന്നതിനിടയിലാണ് ഞാൻ ഈ അമ്മയെ കണ്ടത്. നമുക്ക് യൂട്യൂബൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി മോൻ്റെ കാര്യം പറഞ്ഞത്. 10-20 വർഷം മുന്നേ അമ്മേനെ ഉപേക്ഷിച്ച് പോയതാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ടിട്ടെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവേദിട്ട് അപേക്ഷിക്കുന്നു. ഇതുപോലെ അമ്മ നിങ്ങൾക്ക് കൊണ്ട് കാത്തിക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ ഒന്ന് വന്ന് കാണണം. ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരി 10-15 വർഷം ആയി. 15 അല്ല 20 വർഷമായി. 40 വയസ്സായിട്ടുണ്ട് ഇപ്പൊ. അതിനെന്ന് വെച്ചാൽ 83-ൽ ജനിച്ചതാണ് അവൻ. ഞാനിങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടു, ഒരുപാട് അമ്മമാരെ ഇങ്ങനെ എന്നെ കൊണ്ട് ഇല്ല, അമ്മനെ പോലെ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല. അത് ഭയങ്കര ഞാൻ ലോട്ടറി എടുക്കാനാണ് വന്നത്. കരഞ്ഞു കാണിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ മോളെ. നമ്മുടെ സങ്കടം മുഴുവനും ഒരാളെ പോണത് കടത്തില്ലേ, ആളായിരിക്കും ചിലപ്പോൾ മോളെ കൊണ്ട് വരുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ കാണാനോ നമ്മൾ സംസാരിക്കാനോ കാര്യമില്ലല്ലോ. ഇതൊക്കെ ഒരു വലിയൊരു ഒത്തുചേരലെന്ന് പറയുന്നില്ലേ, അതാ കൂട്ടിച്ചേർക്കപ്പെടുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ കണ്ടെത്തിയത്.